മലയാള സിനിമയിലെ പുതുമുഖ സംവിധായകരിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന 5 ഡയറക്ടേഴ്സിനെയാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രിക്ട്ലി ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. സിനിമയുടെ തിയേറ്റർ സക്സസ് അല്ലെങ്കിൽ എത്ര കളക്ഷൻ നേടി, എത്ര അവാർഡ് കിട്ടി എന്നുള്ളതൊന്നും ഞാനിവിടെ മാനദണ്ഡമാക്കിയിട്ടില്ല. എനിക്ക് പേഴ്സണലി ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ടോപ്പ് 5 യങ് ഡയറക്ടേഴ്സ്. ഇതിൽ എൻ്റെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ള ഡയറക്ടർ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ ടോപ്പ് 1 ആയിരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്താണ് റീസൺ എന്നുള്ളത്. സോ നമുക്ക് ലിസ്റ്റ് നോക്കാം. അതിന് മുമ്പ് ഇതൊരു ക്രൈറ്റീരിയ ഞാൻ വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ശേഷം 2 സിനിമകളെങ്കിലും മിനിമം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലിസ്റ്റിൽ 5ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ചിദംബരത്തിനാണ്. ചിദംബരം ടോട്ടൽ 2 സിനിമകളാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ജാനേമൻ, മഞ്ഞുമ്മൽ ബോയ്സ്. 2021 ചിദംബരം ആദ്യം ഡയറക്റ്റ് ചെയ്ത ജാനേമൻ വളരെ വലിയ സക്സസ് ആയിരുന്നു. ഒരു മരണ വീടും സമാന്തരമായിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷം നടക്കുന്ന വീടും അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളും ഒക്കെ വളരെ നന്നായിട്ട് ഡെലിവർ ചെയ്യാൻ ചിദംബരത്തിന് സാധിച്ചിട്ടുണ്ട്. ഡാർക്ക് ഹ്യൂമർ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചുരുക്കം സിനിമകളിൽ ഒന്നായിരുന്നു ജാനേമൻ. ഇതിലെ പല കഥാപാത്രങ്ങളും ഇന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ചിദംബരം 2ാമത് ഡയറക്റ്റ് ചെയ്ത സിനിമ. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. മറ്റ് ഭാഷകളിലും പ്രത്യേകിച്ച് തമിഴിലൊക്കെ വളരെ വലിയ സ്വീകാര്യതയും പോപ്പുലാരിറ്റിയും മഞ്ഞുമ്മൽ ബോയ്സിന് കിട്ടി. റിയൽ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം ഫിലിമായിട്ട് മാറി. ഇതിലും ഭയങ്കര ഇമോഷണലി കണക്ഷൻ ഉണ്ടാക്കിയിട്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ചിദംബരത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ 2 സിനിമകളും ചിദംബരവും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണെങ്കിലും ഈ ലിസ്റ്റിൽ ചിദംബരത്തിന് ഞാൻ 5ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനം കൊടുക്കുന്നത് രാഹുൽ സദാശിവനാണ്. അദ്ദേഹം മൊത്തം 4 സിനിമകളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റെഡ് റൈന്, ഭൂതകാലം, ബ്രഹ്മയുഗം, ഡേസറെ. ഇതിൽ മറ്റുള്ള ഡയറക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് രാഹുൽ സദാശിവൻ 2013 മലയാള സിനിമയിൽ അരങ്ങേറുന്നത്. പക്ഷെ ആ സിനിമ ഒട്ടും വർക്കായില്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ ഏലിയൻ ഇൻവേഷൻ മൂവിയാണ് റെഡ് റൈൻ. ബട്ട് അന്നത്തെ ഒരു ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്തില്ല. 9 വർഷങ്ങൾക്ക് ശേഷം പുള്ളി ഒരു വരവ് കൂടി വന്നു. അടുപ്പിച്ച് 3 സിനിമകൾ, 3ഉം മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഹൊറർ മൂവീസ് ആയിരുന്നു. മലയാളികളുടെ ഹൊറർ മൂവി എക്സ്പീരിയൻസിന് വേറൊരു ഡയമെൻഷൻസ് കൊടുക്കാൻ രാഹുൽ സദാശിവന് പറ്റി. ഭൂതകാലം പെർഫോമൻസുകൾ കൊണ്ട് അതിലെ വീടും ആ ഒരു ആംബിയൻസും ഒക്കെ കൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രഹ്മയുഗം മലയാളത്തിലെ എക്കാലത്തെ മികച്ചൊരു ക്ലാസിക് ഹൊറർ മൂവിയായിട്ട് മാറി. ഫുൾ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കാൻ കാണിച്ച ധൈര്യം അത് സമ്മതിച്ചേ പറ്റൂ. ഡേസർ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. രാഹുൽ സദാശിവനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും ഒക്കെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. സോ നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഇനി 3ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ 3ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് തരുൺ മൂർത്തിക്കാണ്. അദ്ദേഹം 3 സിനിമകളാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, തുടരും. ഇതിൽ പുള്ളിയുടെ ആദ്യത്തെ സിനിമയായിട്ടുള്ള ഓപ്പറേഷൻ ജാവ കൊറോണയുടെ സെക്കൻഡ് വേവിന്റെ സമയത്തൊക്കെയാണ് തോന്നുന്നു റിലീസ് ചെയ്തത്. ഹാഫ് ഒക്യുപ്പൻസി വെച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ് ഓപ്പറേഷൻ ജാവ. സൈബർ ക്രൈംസിനെ കുറിച്ച് ഉള്ള പല സ്റ്റോറീസ് നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. സൗദി വെള്ളയ്ക്കയും കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പടമായിരുന്നു. ബെസ്റ്റ് മലയാളം ഫിലിമിലുള്ള നാഷണൽ അവാർഡും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഷം പുറത്തിറങ്ങിയ തുടരും. ഒരുപാട് സിനിമകൾക്ക് ശേഷം ലാലേട്ടനെ ഓഡിയൻസ് എങ്ങനെയാണോ കാണാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റി എന്നതാണ് തരുൺ മൂർത്തിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. മാത്രമല്ല മുൻ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓഫ് ബീറ്റ് ഡ്രാമ മൂവീസ് മാത്രമല്ല തനിക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള മാസ് ആക്ഷൻ പടം എടുത്തും വിജയിപ്പിക്കാൻ പറ്റും എന്ന് തരുൺ മൂർത്തി തെളിയിച്ചു. ആ ഒരു വെഴ്സറ്റാലിറ്റി ഉള്ളതുകൊണ്ട്, അതായത് പുള്ളിയുടെ ആദ്യത്തെ സിനിമയായിട്ടുള്ള ഓപ്പറേഷൻ ജാവ, 2ാമത്തെ സിനിമയായിട്ടുള്ള സൗദി വെള്ളയ്ക്ക, ഇതിനേക്കാൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു തുടരും സിനിമയിലുള്ളത്. സോ അതുകൊണ്ട് ഞാൻ തരുൺ മൂർത്തിക്ക് 3ാം സ്ഥാനം കൊടുക്കുന്നത്. ഇനി നമ്മുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനമാണ് കൊടുക്കാനുള്ളത്. 2ാം സ്ഥാനത്ത് ഞാൻ വെക്കുന്നത് ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തു മാധവനെയാണ്. ജിത്തു മാധവനാണ് ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത്. 2 സിനിമകളാണ് ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് രോമാഞ്ചം, ഒന്ന് ആവേശം. രണ്ടും ഹൈ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള തിയേറ്റർ പൂരപ്പുറമ്പാക്കിയുള്ള സിനിമകളായിരുന്നു. മലയാളത്തിൽ ജിത്തു മാധവനെ പോലുള്ള ഒരു മാസ് മസാല കൊമേഴ്ഷ്യൽ പാറ്റേണിലുള്ള ഇത്തരം സിനിമകൾ എടുക്കുന്ന പുതുമുഖ ഡയറക്ടേഴ്സ് വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. രോമാഞ്ചമാണ് ജിത്തു മാധവൻ ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമ. മുഴുവൻ പുതുമുഖ സോഷ്യൽ മീഡിയ പയ്യന്മാരെയൊക്കെ വെച്ചിട്ട് അതിൽ സൗബിനെ പോലത്തെ ഒരാളെ കൊണ്ടുവന്ന് അർജുൻ അശോകന്റെ കരിയർ ബെസ്റ്റ് കോമഡി കഥാപാത്രം കൊടുത്ത് തിയേറ്ററിൽ വലിയ ഓളം ഉണ്ടാക്കാൻ സാധിച്ചു. സിനിമ OTT ഇറങ്ങിയതിന് ശേഷം ചില ആളുകൾ പതിവ് പല്ലവിയായിട്ട് വന്നിരുന്നു. അതായത് ഇതാണോ കോമഡി, ഇതിലെവിടെ കോമഡി എന്നുള്ള രീതിയിലൊക്കെ. ബട്ട് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ട സമയത്ത് വളരെ മികച്ച ഒരു അനുഭവമാണ് ജിത്തു മാധവൻ തന്നത്. ഹൊറർ കോമഡി വിഭാഗത്തിലെ ബെസ്റ്റ് മൂവികളിൽ ഒന്നായിട്ട് മാറി രോമാഞ്ചം. 2ാമത് ജിത്തു മാധവൻ മാജിക് ആയിരുന്നു ആവേശം. രംഗണ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇന്ത്യ മുഴുവൻ ആളുകൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും സാധിച്ച ഒരു കഥാപാത്രമാണ്. ആവേശം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ വെച്ച് കണ്ടതുകൊണ്ട് പറയുകയാണ്, ആവേശം എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ ഒന്നായിരുന്നു. മുൻപ് പറഞ്ഞ ചിദംബരത്തിനും തരുൺ മൂർത്തിക്കും ഒക്കെ ഉള്ള പോലെ ഇമോഷണൽ മാസ് വളരെ നല്ല
രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ജിത്തു മാധവനും സാധിക്കുന്നുണ്ട്. രോമാഞ്ചത്തിലെ പോലെ തന്നെ സോഷ്യൽ മീഡിയ താരങ്ങളായിട്ടുള്ള കുറച്ച് പിള്ളേരുടെ കൂടെ ഫഹദിനെ പോലത്തെ ഒരു ആക്ടറിനെ വെച്ചുകൊണ്ട് ബാംഗ്ലൂർ പശ്ചാത്തലമാക്കിയിട്ട് പറഞ്ഞ കഥ ഇമോഷണലി വളരെ കണക്റ്റിംഗ് ആയിരുന്നു. രംഗണ്ണനും ബിബിമോനുമായുള്ള ഒരു കണക്ഷൻ, രംഗണ്ണനും അമ്പാനുമായിട്ടുള്ള ഒരു ബന്ധം, ഇത്തരത്തിൽ ഇമോഷണലിയും ഒപ്പം തന്നെ വളരെ മാസ് എലവേറ്റിംഗ് ആയിട്ടും സിനിമ കൊണ്ടുപോകാൻ ജിത്തു മാധവന് സാധിക്കുന്നുണ്ട്. ആവേശം, രോമാഞ്ചം ഈ രണ്ട് മാസ് എന്റർടൈൻമെന്റ് ചെയ്ത ജിത്തു മാധവനാണ് ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനം. ഈ ലിസ്റ്റിൽ ഞാൻ 1ാം സ്ഥാനം കൊടുക്കുന്നത് ഖാലിദ് റഹ്മാനാണ്. കാരണം ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് ഖാലിദ് റഹ്മാനാണ്. ഓരോ സിനിമയും മറ്റ് സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ജോണറിൽപ്പെട്ട സിനിമകളാണ്. ഇതെല്ലാം തന്നെ അത്യാവശ്യം സക്സസ്ഫുൾ ആയ, ക്രിട്ടിക്കലി എക്ലൈംഡ് ആയ പടങ്ങളുമാണ്. ഖാലിദ് റഹ്മാന്റെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കി കഴിഞ്ഞാൽ 5 പടങ്ങളാണുള്ളത്. അനുരാഗ കരിക്കിൻ വെള്ളം, ഉണ്ട, ലവ്, തല്ലുമാല, ആലപ്പുഴ ജിങ്കാന. ഇതിൽ ആദ്യത്തെ സിനിമയായ അനുരാഗ കരിക്കിൻ വെള്ളം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വെറും 23 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആ സിനിമ പേര് പോലെ തന്നെ ഇന്നും കാണുമ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. ബിജു മേനോന്റെയും ആസിഫ് അലിയുടെയും ഒക്കെ വളരെ മികച്ച കഥാപാത്രങ്ങളാണ് അനുരാഗ കരിക്കിൻ വെള്ളത്തിലുള്ളത്. പുള്ളിയുടെ 2ാമത്തെ സിനിമ എന്ന് പറയുന്നത് മമ്മൂക്കയെ വെച്ചാണ് ചെയ്തിട്ടുള്ളത്, ഉണ്ട. അത് അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ നിന്നും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്, അതും ക്രിട്ടിക്കലി വളരെ അപ്രീഷിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. അതിനുശേഷം കൊറോണ ടൈമിൽ OTTക്ക് വേണ്ടി ചെയ്ത ലവ് എന്ന് പറയുന്ന സിനിമ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ മിനിമൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമുള്ള ലവ് കൊറോണ ടൈമിൽ അന്നത്തെ ഒരു മാനസിക നിലയോട് യോജിക്കുന്ന സബ്ജക്റ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2022 പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ് തല്ലുമാല. പേര് പോലെ തന്നെ ബെസ്റ്റ് ഫൈറ്റ് സീനുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബെസ്റ്റ് എന്റർടൈനർ ആയിരുന്നു തല്ലുമാല എന്ന് പറയുന്നത്. മലബാർ പശ്ചാത്തലമാക്കി എടുത്ത സിനിമ മുൻ ചെയ്ത 3 സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അത് തിയേറ്ററിൽ വൻ വിജയമായ സിനിമ കൂടിയായിരുന്നു. പോസ്റ്റ് കോവിഡ് ഇറക്കി യോജിക്കുന്ന രീതിയിലുള്ള ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവി കൂടിയായിരുന്നു തല്ലുമാല. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, മ്യൂസിക് എല്ലാം കൊണ്ടും തല്ലുമാല ഒരു ഫുൾ പാക്കേജ് ആണ്. ഖാലിദ് റഹ്മാന്റെ ലാസ്റ്റ് മൂവി ആലപ്പുഴ ജിങ്കാനയാണ്. ബോക്സിംഗ് പശ്ചാത്തലമാക്കിയ സിനിമ തിയേറ്ററിൽ ഹിറ്റായെങ്കിലും ചില ആളുകൾക്ക് വർക്കാവാത്ത ഒരു സിനിമ കൂടിയാണ്. പക്ഷെ സിനിമ റിലീസാവുന്നതിന് മുന്നേ തന്നെ സിനിമയുടെ കഥ ഇതാണ് എന്ന് പറഞ്ഞ് ആ സിനിമ ഇറക്കി വിജയിപ്പിക്കാൻ ഖാലിദ് റഹ്മാന് സാധിച്ചു. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആലപ്പുഴ ജിങ്കാന എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് എൻ്റെ ടോപ്പ് 5 യങ് മോളിവുഡ് ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ ഒരു പ്രത്യേക പരാമർശം നടത്താമെന്ന് തോന്നിയ ഡയറക്ടറാണ് ഗിരീഷ് ഏടി. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലൂടെയാണ് പുള്ളി മലയാള സിനിമയിൽ അരങ്ങേറുന്നത്. 4 സിനിമകളാണ് ഗിരീഷ് ഏടി ഡയറക്ട് ചെയ്തിട്ടുള്ളത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു, അയം കാതലൻ. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ യുവതാരങ്ങളെ വെച്ച് സൂപ്പർ ഹിറ്റായ സിനിമയാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ. മാത്യു തോമസ്, അനശ്വര രാജൻ തുടങ്ങിയവർക്ക് ഒരു ബ്രേക്ക് ത്രൂ കിട്ടുകയും ചെയ്തു. ഇന്ന് യുവതാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള നസ്ലന്റെ ആദ്യ സിനിമയായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ. 3 സിനിമകളും ഗിരീഷ് ഏടിയുടെ സേഫ് സോണിലുള്ള ഒരു റൊമാൻറ്റിക് കോമഡി സിനിമകളായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ചെയ്തതാണ് അയാം കാതൽ എന്ന് പറയുന്ന സിനിമ. അതും അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ മിനിമം 2 സിനിമയെങ്കിലും ഡയറക്ട് ചെയ്തവരെയാണ് ലിസ്റ്റ് ചെയ്തത്. എന്നാൽ ഒരു സിനിമയിലൂടെ തന്നെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഡയറക്ടേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ RDXന്റെ ഡയറക്ടർ ആയിട്ടുള്ള നഹാസ് ഹിദായത്ത്, ARMന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജിതിൻ ലാല്. ഇതിൽ നഹാസ് ഹിദായത്തിന്റെ നെക്സ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് ദുൽഖറിനോടുള്ള അയാം ഗെയിം എന്ന് പറയുന്ന പ്രൊജക്റ്റ് ആണ്. അത് വളരെ വലിയ ഹൈപ്പുള്ള ഒരു സിനിമയാണ്. സോ ഈ ലിസ്റ്റിൽ നിങ്ങൾ എത്രത്തോളം തൃപ്തരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടതിനൊന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.